ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് കോമിക് മേക്കർ. അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്, ജോണതൻ മേജേഴ്സിനെ മാർവൽ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ജോണതൻ മേജേഴ്സിനെ മാർവൽ പിരിച്ചുവിടാനുള്ള ഏറ്റവും വലിയ കാരണം ജോണതൻ മേജേഴ്സിന്റെ പേരിൽ നടക്കുന്ന കേസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിനെ പറ്റി മിക്കവർക്കും അറിയുന്നുണ്ടാക്കും. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ ജോണതൻ മേജേഴ്സിന്റെ എതിരെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ, ജോണതൻ മേജേഴ്സ് തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ജോണതൻ മേജേഴ്സിനെതിരെയുള്ള കേസ് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കേസ് ഒരു വർഷത്തിന് മേലായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ അതിന്റെ വിധി വന്നിരിക്കുകയാണ്. ജോണതൻ മേജേഴ്സ് തന്റെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ആൻഡ് ഇതിന്റെ ഭാഗമായി ജോണതൻ മേജേഴ്സിന് ഒരു വർഷത്തിന് മേലെയുള്ള ശിക്ഷകൾ കിട്ടിയേക്കാം. നമ്മൾ നോക്കേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആൻഡ് ഇനി മാർവലിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, മാർവൽ ജോണതൻ മേജേഴ്സിനെ തന്റെ കാങ് എന്ന ക്യാരക്ടർ ചെയ്യുന്നതിൽ നിന്ന് ഫയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ജോണതൻ മേജേഴ്സിന്റെ കാങ് മെയിൻ വില്ലനായി വരാൻ പോകുന്ന കാങ് ഡൈനസ്റ്റി എന്ന സിനിമയുടെ പേര് ഇപ്പോൾ അവഞ്ചേഴ്സ് 5 എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആൻഡ് ഇനിയൊരു തീരുമാനം വരുന്നത് വരെ ഈ ഒരു സിനിമയുടെ പേര് അങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തതായി MCUവിൽ കാങ് എന്ന ക്യാരക്ടറിന്റെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, മാർവൽ കാങ് എന്ന ക്യാരക്ടറിനെ MCUവിന്റെ മെയിൻ വില്ലനിൽ നിന്ന് മാറ്റി ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാനുള്ള ചാൻസ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റൂമറുകൾ. ഇത് ഒരിക്കലും കൺഫേം ചെയ്തിട്ടില്ല. ചിലപ്പോൾ മാർവൽ പുതിയൊരു ആക്ടറിനെ കാങ്ങിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.